ലാലേട്ട ഇതിനു മറുപടി വേണം. KSRTC പരസ്യത്തിൽ മോഹൻലാൽ പറഞ്ഞത് പച്ചക്കളമോ? ആദ്യ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നത് കാറിലല്ലേ? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റർ തരംഗമാകുന്നു. വിസ്മയ ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട്. മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാൽ ജീവിതത്തിൽ കള്ളം പറയുന്ന ആളാണോ? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യമാണിത്. KSRTCയുടെ പ്രമോഷന് വേണ്ടി മോഹൻലാൽ അഭിനയിച്ച ഒരു പുതിയ പരസ്യമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. തന്റെ ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി താൻ KSRTC ബസ്സിലാണ് ഉദയ സ്റ്റുഡിയോയിൽ എത്തിയതെന്ന് താരം പരസ്യമായി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വാദത്തെ പൊളിച്ചടുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ലാൽ വന്നത് KSRTC ബസ്സിലല്ല, പകരം സ്വന്തം അംബാസിഡർ കാറിലാണ്. മോഹൻലാലിന്റെ പിതാവെന്ന സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ലാലിന്റെ സുഹൃത്തായ പ്രിയദർശന്റെ പിതാവാകട്ടെ IS ഓഫീസറും. അന്ന് തിരുവനന്തപുരം പൂജപ്പുരയിൽ ആകെ ഉണ്ടായിരുന്ന 2 കാറുകൾ ഇവരുടേതായിരുന്നു എന്നാണ് ഈ പോസ്റ്റ് അവകാശപ്പെടുന്നത്. അന്ന് പത്തനാപുരത്തായിരുന്ന ലാൽ അവിടെയുള്ള തന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ കയറി അനുഗ്രഹമൊക്കെ വാങ്ങി കാറിലാണ് യാത്ര തിരിച്ചത്. ആലപ്പുഴ വണ്ടാനത്തുള്ള തന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ കയറി കാപ്പിയൊക്കെ കുടിച്ച ശേഷമാണ് ഉദയ സ്റ്റുഡിയോയിൽ എത്തിയത്. പരസ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതകഥയിൽ ഇത്തരമൊരു സിനിമാ മോഡൽ മാറ്റം വരുത്തിയത് എന്തിനാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇതിലും വലിയ തമാശ എന്തെന്നാൽ അന്ന് ലാലിനൊപ്പം ഉണ്ടായിരുന്ന പ്രിയദർശൻ തന്നെയാണ് ഈ പരസ്യ ചിത്രത്തിന്റെയും സംവിധായകൻ എന്നത് കൂടിയാണ്. സാക്ഷികൾ ജീവിച്ചിരിക്കെ ഇത്രയും വലിയൊരു നുണ പറയാൻ എങ്ങനെ സാധിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം. ഏതായാലും നമുക്ക് ആ പരസ്യം ഒന്നുകൂടി കാണാം. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ആ KSRTC ബസ്സിൽ അന്ന് വലതുകാൽ വെച്ച് കയറുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ യാത്ര എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം തേടി പോവുകയായിരുന്നു ഞാൻ. യാത്രകളുടെ വിരസത മാറ്റാൻ കൂടെയുള്ള യാത്രക്കാരുടെ അനക്കങ്ങളും ഭാവങ്ങളും ശ്രദ്ധിക്കുക, അവരുടെ മനസ്സിനുള്ളിൽ എന്താവും എന്നൊക്കെ വെറുതെ ചിന്തിക്കുക എന്നൊരു സ്വഭാവം അന്നും എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ഞാൻ അറിയാതെ പഠിച്ച അഭിനയകലയുടെ ആദ്യ പാഠം. ആലപ്പുഴ ബസ് ഡിപ്പോയിലിറങ്ങി നവോദയ സ്റ്റുഡിയോയിലേക്ക് നടക്കുമ്പോൾ ആ ആനവണ്ടിയും അതിലെ മനുഷ്യനും എനിക്ക് ആശംസ പറയുന്ന പോലെ തോന്നി. അഭിനയ പരീക്ഷ കഴിഞ്ഞ് ഞാൻ മടങ്ങിയതും പ്രിയപ്പെട്ട ആനവണ്ടിയിൽ തന്നെ. പോയ ഞാനല്ലായിരുന്നു തിരിച്ചു വന്നത്. പിന്നീടുള്ള മോഹൻലാലിന്റെ ജീവിതം എന്നേക്കാൾ നിങ്ങൾക്കറിയാം. എന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെ ചിഹ്നം വിളിച്ചെത്തിയ ആനവണ്ടി, നിനക്ക് നന്ദി. ഇതുപോലുള്ള ശുഭയാത്രകൾ സമ്മാനിക്കാൻ മലയാളിക്കൊപ്പം KSRTC എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്ന താരം ഇത്തരമൊരു കപട പ്രചരണം നടത്തിയത് വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് പൊതുവെയുള്ള സംസാരം. KSRTCയെ സഹായിക്കാൻ വേണ്ടി അവരുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ അതിന് ചരിത്രത്തെ വളച്ചൊടിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ വിഷയത്തിൽ മോഹൻലാലോ പരസ്യത്തിന്റെ അണിയറ പ്രവർത്തകരോ ഔദ്യോഗികമായി പ്രതികരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.